കേരള കോൺഗ്രസ് എമ്മിലെ പടലപ്പിണക്കം ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പരസ്യമായി. ഭാരവാഹിത്വം തെറ്റിച്ച് സ്വാഗതം ആശംസിച്ച ജോയ് എബ്രഹാമിനെ വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി തിരുത്തി ജോബ് മൈക്കിൾ രംഗത്തെത്തി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും മുന്നിലായിരുന്നു ജോബ് മൈക്കിൾ ജോയ് എബ്രഹാമിനോട് കയർത്തത്. ഇതേ തുടർന്ന് ജോബ് മൈക്കിളിന് ജോയ് എബ്രഹാം വീണ്ടും സ്വാഗതം പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോബ് മൈക്കിളിനെ സ്വാഗതം ചെയ്യുന്നു. KTUCയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് പുത്തങ്കാലായെ സ്വാഗതം ചെയ്യുന്നു. ഹൈപ്പർ കമ്മിറ്റി മെമ്പറാണ്. ശ്രീ റെജി കുന്നംകോട് കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റെജി കുന്നംകോടിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യാത്രയിലുടനീളം മണ്ഡലം കമ്മിറ്റികളോട് പാർട്ടി ഫണ്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആ ഫണ്ട് കൃത്യമായി ചോദിച്ചു വാങ്ങുന്നതിൽ നിഷ്കർഷ വയ്ക്കുകയും ശുഷ്കാന്തി കാണിക്കുകയും ഈ യാത്രയോടൊപ്പം ആദ്യം മുതൽ ഉണ്ടായിരിക്കുകയും ചെയ്ത ഏറ്റവും പ്രിയങ്കനായ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗം ശ്രീ ജോബ് മൈക്കിളിനെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. വാർത്തയുടെ വിവരങ്ങളുമായി ലല്ലു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ലല്ലു, വളരെ വ്യക്തമായി കേരള കോൺഗ്രസ് എമ്മിലെ പടലപ്പിണക്കം വ്യക്തമായി കാണുന്ന രീതിയിലാണ് കേരള കോൺഗ്രസിന്റെ ഈ ഒരു വേദിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. സമാപന ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ സമാപന ചടങ്ങിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? ധനിയ, ഇന്നലെയായിരുന്നു ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്നത്. വൈകുന്നേരമാണ് ആ യോഗം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് നമുക്കറിയാം ഒട്ടേറെ ജനറൽ സെക്രട്ടറിമാർക്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാഗതം ആശംസിക്കാൻ ഏൽപ്പിച്ചത് മുതിർന്ന നേതാവ് ജോയ് എബ്രഹാമിനെയായിരുന്നു. ഈ ജനറൽ സെക്രട്ടറിമാർക്കും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാർക്കും പോഷക സംഘടനയുടെ ഭാരവാഹികൾക്കുമെല്ലാം സ്വാഗതം ആശംസിക്കേണ്ട വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏതാണ്ട് ഈ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കിയതും ഈ സ്വാഗത പ്രസംഗത്തിൻ്റെ നീളം തന്നെയായിരുന്നു. സകല മനുഷ്യർക്കും ജോയ് എബ്രഹാം സ്വാഗതം പറയുന്നുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലാണ് ജോ മൈക്കിളിനും സ്വാഗതം പറഞ്ഞത്. ജോ മൈക്കിളിനെ സ്വാഗതം പറഞ്ഞപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ജോ മൈക്കിളിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. പിന്നീട് മറ്റുള്ളവർക്ക് സ്വാഗതം പറയുന്ന തിരക്കുമായി ജോയ് എബ്രഹാം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ജോ മൈക്കിൾ ജോയ് എബ്രഹാമിനേക്ക് അടുത്തേക്ക് എത്തുന്നതും ഇക്കാര്യം പറയുന്നതും. അതായത്, ഞാൻ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ്, മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യരുത് എന്നാണ്, മനുഷ്യനെ അപമാനിക്കരുത് എന്നാണ് പരസ്യമായി ജോ മൈക്കിൾ ജോയ് എബ്രഹാമിനോട് പറയുന്നത്. KM മാണി അടക്കമുള്ളത് മുതിർന്ന നേതാക്കളെല്ലാം വേദിയിൽ ഇരിക്കുമ്പോഴായിരുന്നു. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു മുതിർന്ന നേതാവ് കൂടിയായ ജോയ് എബ്രഹാമിനോട് ഇത്തരത്തിൽ കയർത്ത് ജോ മൈക്കിൾ സംസാരിച്ചത്. ഇതേ തുടർന്ന് സ്വാഗത പ്രസംഗം അവസാനിച്ച ശേഷം വീണ്ടും പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗമായ ജോ മൈക്കിളിനെ സ്വാഗതം ചെയ്യുന്നു, ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് ജോയ് എബ്രഹാം പറയുന്നതും നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. ഒരു വലിയ രാഷ്ട്രീയ വിവാദമോ മറ്റോ ഒന്നുമല്ല, പക്ഷേ ഒരു പൊതുവേദിയിൽ പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുന്ന വേദിയിൽ എങ്ങനെ നേതാക്കൾ പെരുമാറരുത് എന്ന് കാണിച്ചു തരുന്ന ഒരു ദൃശ്യമാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ലലു, ഇക്കാര്യത്തിൽ ജോബ് മൈക്കിൾ അതിനുശേഷം പ്രസംഗത്തിനിടയിലോ എപ്പോഴെങ്കിലും അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഈ സമാപന സമ്മേളനത്തിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുകയോ ചെയ്തിരുന്നു? സമാപന സമ്മേളനത്തിന് ശേഷം ആ വേദിയിൽ വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം പറയാനുള്ളത് ധന്യ, ഈ ജോ മൈക്കിളിന് ഹൈപ്പവർ കമ്മിറ്റി അംഗമായതുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ ജോ മൈക്കിളിന് ആദ്യം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ മുതിർന്ന നേതാവ് CF തോമസിൻ്റെ സഹോദരനെ ഹൈപ്പവർ കമ്മിറ്റി അംഗമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൽ കടുത്ത പ്രതിഷേധമാണ് ജോ മൈക്കിൾ പാർട്ടിക്കുള്ളിൽ ഉയർത്തിയതെന്നും ഇത് കണക്കിലെടുത്ത് ജോ മൈക്കിളിനെ കൂടി ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ജോസ് കെ മാണിയുമൊക്കെ തീരുമാനിക്കുകയായിരുന്നു. ശരി ലല്ലു, ദയവായി തുടരാമോ? ഇപ്പോൾ ആന്റണി രാജു ചേരുന്നുണ്ട്. ആന്റണി രാജു, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അന്ന് സമാപന ചടങ്ങിൽ ആ വേദിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി കാണാം. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോബ് മൈക്കിളിനെ സ്വാഗതം ചെയ്യുന്നു. KTUCയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് പുത്തങ്കാലായെ സ്വാഗതം ചെയ്യുന്നു. ഹൈപ്പർ കമ്മിറ്റി മെമ്പറാണ്. ശ്രീ റെജി കുന്നംകോട് കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റെജി കുന്നംകോടിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യാത്രയിലുടനീളം
മണ്ഡലം കമ്മിറ്റികളോട് പാർട്ടി ഫണ്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആ ഫണ്ട് കൃത്യമായി ചോദിച്ചു വാങ്ങുന്നതിൽ നിഷ്കർഷ വയ്ക്കുകയും ശുഷ്കാന്തി കാണിക്കുകയും ഈ യാത്രയോടൊപ്പം ആദ്യം മുതൽ ഉണ്ടായിരിക്കുകയും ചെയ്ത ഏറ്റവും പ്രിയങ്കനായ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗം ശ്രീ ജോബ് മൈക്കിളിനെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. ആന്റണി രാജു ചേരുന്നു. ശ്രീ ആന്റണി രാജു, കണ്ടല്ലോ, ഇതാണ് ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിലെ പടലപ്പിണക്കം കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം. അത് നമ്മളിപ്പോൾ ആ വീഡിയോ താങ്കളോട് ചോദിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു പൊതുവേദിയിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എല്ലാവരും ഇരിക്കുന്ന ഒരു ചടങ്ങിൽ പെരുമാറേണ്ട രീതി ഇതാണോ? അല്ല, ഇത് മാണി ഗ്രൂപ്പ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയില് വളരെ നാളുകളായി നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആ യോഗത്തിന്റെ വേദിയിൽ നിന്ന് ന്യൂസ് 18 ഈ ഒരു ദൃശ്യം കിട്ടുകയും ആ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇത് അറിഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ വളരെ കാലമായി കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ചങ്ങനാശ്ശേരിയിലെ CF തോമസിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ജോബ് മൈക്കിൾ. ജോബ് മൈക്കിൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിലെ ശ്രീ ജോസ് കെ മാണിയുടെ അധികാര കേന്ദ്രത്തിന്റെ ഒരു ദല്ലാളായി നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ശ്രീ ജോബ് മൈക്കിൾ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയല്ലേ ഇത്. ഈ പാർട്ടിക്കകത്ത് പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിക്കാതെ ഏകപക്ഷീയമായി ശ്രീ ജോസ് കെ മാണി തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആശ്രിതനായി നിൽക്കുന്ന ശ്രീ CF തോമസിനെതിരായി അവിടെ നിലകൊള്ളുന്നതിനുള്ള പാരിതോഷികം എന്ന നിലയ്ക്ക് പാർട്ടി ആലോചിക്കാതെ, പാർട്ടി തീരുമാനിക്കാതെ, ചർച്ച ചെയ്യാതെ അദ്ദേഹം ഇഷ്ടമുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പദവി കൊടുത്തു. നിങ്ങൾ കേട്ടല്ലോ, സ്വാഗതം പ്രസംഗം പറയുന്നത് ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ ആ പാർട്ടിയിലെ ഓരോരുത്തരുടെയും പോസ്റ്റുകൾ. അദ്ദേഹം കൃത്യമായി ആ പോസ്റ്റുകൾ വായിച്ചപ്പോൾ ഇത് പാർട്ടി അറിയാതെ രഹസ്യമായി ശ്രീ ജോസ് കെ മാണി കൊടുത്തൊരു പോസ്റ്റാണ് ഉന്നതാധികാര സമിതി അംഗം എന്നുള്ളത്. അപ്പൊ ആ ഉന്നതാധികാര സമിതി അംഗം എന്നുള്ള പോസ്റ്റ് പരസ്യമാക്കാൻ ജോയ് എബ്രഹാം തയ്യാറാകാത്തത് അത് പാർട്ടി തീരുമാനം അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിന്റെ പേരിൽ ആ ജാഥ തുടങ്ങിയത് മുതൽ സ്റ്റേജിൽ അടി നടക്കുകയാണ്. ജോയ് എബ്രഹാം പറയും ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആണെന്ന്, മറ്റേ അദ്ദേഹം പറയും ഞാൻ ഉന്നതാധികാര സമിതിയാവുന്നു. ഇത് സ്റ്റേജിന് പുറകിൽ ഉന്തും തള്ളും ഒക്കെ പല സ്ഥലങ്ങളിൽ വെച്ചുണ്ടായി. അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ശ്രീ ആന്റണി രാജു, താങ്കൾ പറയുന്നത് നോട്ടീസിൽ എഴുതിയിരിക്കുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ എന്താണോ അധികാര പദവി, ഏത് പദവിയിലാണോ അദ്ദേഹം ഇരിക്കുന്നത്, അതല്ല എന്ന് തിരുത്താതെ മനഃപൂർവ്വം ഇത്തരത്തിൽ ആളുകളെ ഇതിലൂടെ ഇങ്ങനെയൊരു പ്രശ്നത്തിലൂടെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കാസർഗോഡ് തുടങ്ങിയത് മുതൽ ഇവരെല്ലാം കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാം തമ്മിൽ അടിച്ചടിച്ച് ജാഥ അടിച്ചടിച്ച് വരികയാണ്. നമ്മൾ അടിവെച്ച് മുന്നോട്ട് നീങ്ങുന്ന സാധാരണ പറയുന്നത്. ഈ ജാഥ അടിവെച്ചാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഇപ്പൊ കണ്ടു. ഇത് അലങ്കോല ജാഥയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജാഥ ശനി ഞായർ അവധി കൊടുത്തുള്ള ജാഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ആദ്യമായി സെക്കൻഡ് സാറ്റർഡേ മാത്രമല്ല, എല്ലാ ശനിയും ഞായറും ജാഥയ്ക്ക് അവധി. 14-ാം തീയതി ജാഥയ്ക്ക് അവധി. ഇത് പാലായിന്ന് കുറെ ആളുകളെ കൊണ്ടുപോയി. പാലായിന്ന് തന്നെയാണ് തെയ്യവും, പാലായിന്ന് തന്നെയാണ് ബാൻഡ് സെറ്റും പോയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വന്ന ബാൻഡ് സെറ്റും ചെണ്ടമേളവും പാലായിന്ന് വന്നവര്. ആ ജാഥയുടെ കൂടെ ഉണ്ടായിരുന്ന 150 പേരെന്ന് പറയുന്നത് 10-20 കാറുകളിലായി പാലായിന്ന് വന്നവര്. ഒരിടത്തും അല്ലാതെ 10 ആൾ കൂടി. ഇങ്ങനെ ഇത് അടിവെച്ച് വന്ന ജാഥ അവസാനം എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇത് ആ പാർട്ടി അറിയാതെ പാർട്ടി ജനാധിപത്യ സംവിധാനത്തെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് തന്നോടൊപ്പം നിൽക്കുന്ന, തന്റെ ആശ്രിതരായി നിൽക്കുന്ന, തന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നവർക്ക് പാർട്ടി അറിയേണ്ട കാര്യമില്ല. ഇത് വീട്ടിലെ കുടുംബ സ്വത്ത് പോലെ ശ്രീ ജോസ് കെ മാണി എടുത്തു കൊടുക്കും. എന്തും എടുത്തു കൊടുക്കും. അത് ഉന്നതാധികാര സമിതി അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയെങ്കിൽ കാസർഗോഡ് ഉണ്ടായിരുന്ന ജോബ് മൈക്കിളിന്റെ സ്ഥാനം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അത് മാറി. ഇത്രയും ദിവസങ്ങൾ കൊണ്ടാണ് ആ സ്ഥാനമാറ്റം ഉണ്ടായതെന്നാണോ താങ്കൾ പറയുന്നത്? അതെ, കാരണം കാസർഗോഡ് ജാഥ തിരിക്കുമ്പോൾ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് ഇദ്ദേഹമാണ്, ജോബ് മൈക്കിളാണ് അവിടെ നിന്ന് പണം കളക്ട് ചെയ്തിട്ട് നോട്ടിൽ നിന്ന് യന്ത്രം വെച്ച് പണം അവിടെ നിന്ന് ഓരോ മണ്ഡലത്തിൽ നിന്നും പിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കസ്റ്റോഡിയൻ ഇദ്ദേഹത്തിന്റെ കയ്യിലായി. പണം മുഴുവൻ ശ്രീ ജോബ് മൈക്കിളിന്റെ കയ്യിലായി. അപ്പോൾ ഇദ്ദേഹം വഴിയിലെത്തിയപ്പോൾ പറഞ്ഞു എന്നെ ഉന്നതാധികാര സമിതി അംഗമാക്കണം. അപ്പോ ജോസ് കെ മാണി ഭയപ്പെട്ടു, ഉന്നതാധികാര സമിതി ആക്കിയില്ലെങ്കിൽ പിരിച്ച പണം മുഴുവൻ അദ്ദേഹം കൊണ്ടുപോകും. അതുകൊണ്ട് ഇരുന്നോട്ടെ, എന്നാ പാർട്ടി ഒന്നും അറിയേണ്ട, നിനക്ക് ഉന്നതാധികാര സമിതി അംഗം. ഇതെല്ലാം മാണിയുടെ ഒരു കുടുംബ സ്വത്താണല്ലോ. കുടുംബ പാർട്ടി, കുടുംബ സ്വത്ത്, കുടുംബ വീതം വെക്കല്. അതിലൊരു വിഹിതം ഇയാൾക്ക് കൊടുത്തു, ജോബ് മൈക്കിളിന് കൊടുത്തു. പക്ഷെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസിനെ അപമാനിക്കാനും
PJ ജോസഫ് സാറിനെ കൂടെ അവമാനിക്കാനാണ്. കാരണം അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ശ്രീ ആന്റണി രാജു ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചങ്ങനാശ്ശേരി സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം നമുക്കറിയാം. മുതിർന്ന നേതാവ് CF തോമസിനെ ചങ്ങനാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കി ഏറ്റവും ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. ജോ മൈക്കിളിനായിരുന്നു ആദ്യം ചങ്ങനാശ്ശേരിയിൽ പരിഗണിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഈ തർക്കത്തിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം CF തോമസിൻ്റെ സഹോദരൻ സാജൻ ഫ്രാൻസിസിനെ ഹൈപ്പവർ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കുകയും ഇതിൽ ജോ മൈക്കിൾ പാർട്ടിയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ പ്രശ്നപരിഹാരമായിട്ടാണ് ജോ മൈക്കിളിനെ കൂടി ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചത് എന്നും അറിയുന്നുണ്ട്. താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? അല്ല, പല ഘടകങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിൽ അങ്ങ് പറഞ്ഞത് ഒരു ഘടകം മാത്രമാണ്. CF തോമസിനെ ചങ്ങനാശ്ശേരി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ബോർഡിൽ, അദ്ദേഹത്തിന്റെ പടം വെച്ച ബോർഡിനകത്ത് നമ്മുടെ ചെരുപ്പ് കൊണ്ട് മാല കെട്ടിത്തൂക്കിയിട്ട ആളാണ് ഈ പറയുന്ന ജോബ് മൈക്കിള്. അപ്പൊ ആ മണ്ഡലത്തിലെ എന്തുമാത്രം ഭിന്നതയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോ ജോബ് മൈക്കിൾ അടുത്ത സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ചങ്ങനാശ്ശേരി ഉടുപ്പും തെച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ അതിന് CF തോമസ് അവിടെ നിന്ന് മാറാൻ തയ്യാറല്ല. മാറാൻ മാത്രമല്ല, CF തോമസ് പറഞ്ഞ അങ്ങനെ അദ്ദേഹം മാറിയാൽ അദ്ദേഹത്തിന് അനിയനായ സാജൻ ഫ്രാൻസിസിന് സീറ്റ് കൊടുക്കണം. ഈ തർക്കങ്ങളൊക്കെ അപ്പൊ ജോബ് മൈക്കിളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത് ജോസ് കെ മാണി. അതായത് ഇപ്പൊ CF തോമസ് ഇപ്പൊ PJ ജോസഫ് സാറുമായി അടുത്ത നിലപാടെടുക്കുന്നതിനുള്ള സംശയം കൂടി ശ്രീ ജോസ് കെ മാണിക്കുള്ളത് കൊണ്ട് എല്ലാവരും അവമാനിക്കാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പദവി ആരോടും ആലോചിക്കാം. ഇത് തന്നെയാണ് അതിനകത്ത് നടക്കുന്നത്. ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനം മാത്രമേ ആ പാർട്ടിക്ക് അത് നടക്കൂ. അത് അംഗീകരിക്കുന്നവർ മാത്രം നിന്നാൽ മതി, അല്ലാത്തവർക്ക് ആ പാർട്ടി ഇന്ന് പോകാം. ഇതാണ് വളരെ നന്ദി ശ്രീ ആന്റണി രാജു. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ വളരെ അടുത്തു നിന്ന് കാണുന്ന ഒരാളാണ് താങ്കൾ. ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായത് ഒരു വലിയ രാഷ്ട്രീയ വിവാദമോ ഒരു ഭയങ്കര പ്രശ്നം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു പാർട്ടി വേദിയിൽ നേതാക്കൾ എങ്ങനെ പെരുമാറരുത് എന്ന് കാണിച്ചു തരുന്ന ഒരു ദൃശ്യമാണ്, ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഏതൊരു പാർട്ടിക്കാണെങ്കിലും അത്യാവശ്യം വേണ്ടത് നേതൃത്വത്തിൽ ഉള്ള ഒരു ഐക്യമാണ്. നേതൃത്വം ഒറ്റക്കെട്ടായിരിക്കണം, ഒരൈക്യം, ഒരേ ഭാഷ. ഇപ്പം കഴിഞ്ഞ ശബരിമല വിവാദത്തിനിടയ്ക്ക് BJPക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു? നേതാക്കന്മാർക്ക് ഒരു ഒറ്റ മുഖമില്ല, ഒറ്റ ശബ്ദമില്ല. അതായിരുന്നു BJPയെ തളർത്തിക്കളഞ്ഞത്. ഒരു നേതാവ് പറയുന്നത് തന്നെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാറ്റി പറയും. ഇതുപോലെ ഒരു കേരള കോൺഗ്രസിന്റെ നേതൃത്വം വളരെ വളരെ ലോലമാണ് എന്ന് തെളിഞ്ഞ ദിവസം കൂടിയാണ്. പക്ഷേ അത് ആ പാർട്ടിക്ക് നിർഭാഗ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതല്ലേ ഒരു പ്രസിഡന്റ് കഴിഞ്ഞാൽ, ചെയർമാൻ കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമല്ലേ ജനറൽ സെക്രട്ടറി പദം എന്ന് പറയുന്നത്. അതിനും മീതെയാണോ ഒരു ഹൈപ്പവർ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത്? എനിക്കൊരു സംശയമുണ്ട്. സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ്. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ ഈ സ്വാഗത പ്രസംഗത്തിൽ എന്റെ പേര് പറഞ്ഞില്ല എന്നൊക്കെയുള്ള ദുർബലമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്, നാട്ടുകാരെ കാക്കെ, പാർട്ടി പ്രവർത്തകരെ കാക്കി ഇതുപോലെ വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു കേരളത്തിലെ ഒരു നല്ല ഉത്തരവാദപ്പെട്ട പക്വതയാർന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും ചേർന്നതല്ല. പാർട്ടിയുടെ നേതൃത്വത്തിനും നേതാക്കന്മാർക്കും ചേർന്നതല്ല. അതുമാത്രമല്ല ശ്രീ ജേക്കബ് ജോർജ്, ഈ കേരള കോൺഗ്രസ് വേദികളിൽ സ്വാഗതം പറയുക എന്നത് തന്നെ ഒരു ഹ്യൂമാനിയൻ ടാസ്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്രയേറെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, പോഷക സംഘടനാ ഭാരവാഹികളുണ്ട്. ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം, ജോയി എബ്രഹാം ഓരോരുത്തർക്കും വേണ്ടി പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ആശംസിക്കുകയായിരുന്നു. ആ ചടങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തോന്നിയതും ഈ നെടുനീളൻ സ്വാഗത പ്രസംഗമായിരുന്നു. സ്വാഭാവികമായും ചില പിഴവുകൾ ഉണ്ടായിരിക്കാം, ചില പിഴവുകൾ വന്നേക്കാം. അതിൻ്റെ പേരിൽ ജോയി എബ്രഹാമിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ ഈ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പരസ്യമായി ജോയി എബ്രഹാമിനോട് കേൾക്കാനും തിരുത്തുന്നതും ശരിയാണോ എന്നാണ് ചോദ്യം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. അവർക്ക് ഈ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കേരള കോൺഗ്രസ്, കേരളത്തിലെ എല്ലാ ചില രാഷ്ട്രീയ പാർട്ടികളിലെങ്കിലും നേതാക്കന്മാർ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കാണുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടി എന്നുള്ളതാണ്. എനിക്ക് MLA ആവണം, എനിക്ക് മന്ത്രിയാവണം, അത്രയേ ഉള്ളൂ. ഒരു ചെറിയ പാർട്ടി, ഒരു നേതാവ്, ഒരു MLA, ഒരു മന്ത്രി, ആ ഒരു നിലയിലേക്ക് ഈ ചെറു രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയവും പ്രവർത്തനവും മാറുകയാണ്. അതാണ് കേരളത്തിന്റെ ഒരു ദയനീയത. ഐക്യമുള്ള രാഷ്ട്രീയമാകുമ്പോൾ ഇതിന്റെയൊക്കെ പേരിൽ പ്രധാന പാർട്ടികൾ പണിയെടുത്തോളും. CPM ഒരു വശത്ത്, BJP ഒരു വശത്ത്, കോൺഗ്രസ് ഒരു വശത്ത്, 3 പാർട്ടികളുടെ നേതൃപാർട്ടികൾ. ആ പാർട്ടികളുടെ ബലത്തിൽ കയറി അധികാരത്തിൽ വരിക, ഒരു MLA ഉണ്ടാവുക, ആ MLAയുടെ സ്ഥാനത്തിന്റെ പേരിൽ മന്ത്രിയാവുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ സ്വന്തം
വ്യക്തിത്വത്തിലേക്ക് ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത് കൊച്ചു പാർട്ടികളിൽ. അതാണ് ഇതിന്റെ ദയനീയമായ വശവും. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ധന്യ. അപ്പോൾ ഇതാണ് ഇന്നലെ തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനത്തുണ്ടായത്. ജോയി എബ്രഹാമിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ്, പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് സ്വാഗതം പറയേണ്ട ഒരു വേദിയിൽ അദ്ദേഹം ഭാരവാഹിത്വം മാറ്റി പറഞ്ഞു എന്ന പേരിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി അദ്ദേഹത്തോട് തർക്കിക്കുകയും മനുഷ്യനെ അപമാനിക്കരുത് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളും പ്രവർത്തകരുമെല്ലാം കണ്ടതാണ്. ഈ ഒരു സംഭവമാണ് ഉണ്ടായത്. അല്പം മുമ്പ് ജോ മൈക്കിളുമായി ബന്ധപ്പെട്ടപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ശ്രീ ജോസഫ് എം പുതുശ്ശേരി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇന്നലെ താങ്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? എന്താണ്? അതായത് ഇന്നലെ സ്വാഗതം ആശംസിച്ച ജോയി എബ്രഹാമിനെ പരസ്യമായി ശ്രീ ജോ മൈക്കിൾ തിരുത്തുകയും ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിച്ച് സ്വാഗതം ചെയ്തപ്പോൾ ഞാൻ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ് എന്ന് സ്വാഗത പ്രസംഗികനോട് പറയുകയും മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ മുഴുവൻ മൈക്കിലൂടെ കേട്ടതാണ്. താങ്കൾ ആ വിഷയം ശ്രദ്ധിച്ചിരുന്നു? ഇതൊന്നൊരു ഗൗരവമുള്ള കാര്യം. സ്വാഗത പ്രസംഗം പറയുമ്പോൾ കുറെ ആളുകളുടെ പേര് പറയുമ്പോൾ കൃത്യമായി സ്ഥാനമാനങ്ങളൊക്കെ ഓർത്തിരിക്കണമെന്നില്ലല്ലോ. ഒരു പറഞ്ഞപ്പോ ഒരു അത് താങ്കളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ താങ്കൾ ഒരു നിമിഷം ആ ഫോണൊന്ന് ഹോൾഡ് ചെയ്താൽ ആ പ്രതികരണം താങ്കൾക്ക് കേൾക്കാം. താങ്കളെ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നുകൂടി അത് കേൾക്കാം. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോ മൈക്കിളിനെ സ്വാഗതം ചെയ്യുന്നു. KTUCയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് പുത്തങ്കാലായെ സ്വാഗതം ചെയ്യുന്നു. ഞാനേ ഹൈപ്പവർ കമ്മിറ്റി മെമ്പറാണ്. ഹൈപ്പവർ കമ്മിറ്റി മെമ്പറാണ്. ശ്രീ റെജി കുന്നംകോട് കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റെജി കുന്നംകോടിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യാത്രയിലുടനീളം മണ്ഡലം കമ്മിറ്റികളോട് പാർട്ടി ഫണ്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആ ഫണ്ട് ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഈ ഇത്തരം ഒരു ചെറിയ ഒരു വിഷയത്തിന് പേരിൽ ഒരു പാർട്ടി ഭാരവാഹിത്വം മാറിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരു മുതിർന്ന നേതാവിനെ ഇങ്ങനെ വേദിയിൽ വെച്ച് പരസ്യമായി തിരുത്തുകയും മനുഷ്യനെ ബഹുമാനിക്കരുത് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു മനഃപൂർവ്വമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ. അതിനെ ആ ഒരു ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. കാരണം ഗൗരവത്തിലെടുക്കേണ്ടത് ഗൗരവത്തിലെടുക്കേണ്ട എന്ന് പറയുന്നത് ഞങ്ങളോടാണോ അതോ ജോ മൈക്കിളിനോടാണോ എന്നൊരു സംശയം. അതാണ് പറഞ്ഞത്. പിന്നെ ആരോടാണെങ്കിലും, അതായത് ഒരു പരാമർശം വരുന്നു, പരാമർശം പേര് കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാനമാനത്തെ സംബന്ധിച്ചുള്ളത് അത് വലിയ പ്രസക്തി അക്കാര്യത്തിലില്ല. അവിടെ പറഞ്ഞ ഒരു പെശകുണ്ടെങ്കിൽ പോലും അത് ആ ലെവലിൽ കണ്ടാൽ മതി. ആളിന്റെ പേര് പറഞ്ഞു, സ്വാഗതം ചെയ്തു. അതിനപ്പുറത്ത് ഒരു ഗൗരവം അക്കാര്യത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. ആര് കൊടുത്താലും അത് അതിന് ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഏതായാലും ശ്രീ ജോസഫ് എം പുതുശ്ശേരിയുടെ പേരും സ്ഥാനവും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു എന്ന് കരുതുന്നു. അല്ല, അക്കാര്യത്തിലൊന്നും ഞാൻ അത്ര കൺസേൺ അല്ല. നമ്മുടെ പേര് പറയുന്നു, നമ്മൾ വന്നു എന്നുള്ളത് അറിയിക്കാനാ. അല്ലാതെ ഏത് സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് വന്നു എന്നൊക്കെ ഒരു സ്വാഗത പ്രസംഗത്തിൽ പറയുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും താങ്കളുടെ ആ ഒരു പോയിന്റാണ്. എല്ലാവരും അത് ഉൾക്കൊള്ളട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ജോസഫ് എം പുതുശ്ശേരി പ്രതികരിച്ചതിന്. ധന്യ, ഇതാണ് ഇന്നലെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പാർട്ടി നേതാക്കൾ എല്ലാവരുമുള്ള ഒരു വേദിയിലായിരുന്നു ഒരു മുതിർന്ന നേതാവിനെ ഭാരവാഹിത്വം മാറിപ്പോയി എന്ന പേര് പറഞ്ഞ് മറ്റൊരു നേതാവ് പരസ്യമായി കയർക്കുകയും മനുഷ്യനെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് തിരുത്തുകയും ചെയ്തത്. ശരി ലല്ലു. കേരള കോൺഗ്രസ് എമ്മിലെ പടലപ്പിണക്കം ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ കാണുകയായിരുന്നു.